രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മതവിദ്വേഷകനാണ് RSSന്റെ മേധാവി മോഹൻ ഭാഗവത്. രാജ്യത്ത് വർഗീയത കൊണ്ടുവരാൻ പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് ഇയാൾ. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ഭാഗവത് അത് കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. എവിടെ പോയാലും മതവിദ്വേഷം ജനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം RSS സംഘടിപ്പിച്ച ചോദ്യോത്തര പരിപാടിയിൽ ഭാഗവത് ഇങ്ങനെ പറയുകയുണ്ടായി: മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ആർക്കു വേണേലും RSSൽ ചേരാം. എന്നാൽ അവരുടെ മതചിന്തകൾ മാറ്റിവെച്ച് ഏകീകൃത ഹിന്ദു സമൂഹത്തിൽ ചേരണമെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞു. കൂടാതെ മറ്റു മതക്കാർക്ക് RSSൽ പ്രവേശനമില്ല എന്നും ഹിന്ദുക്കളെ മാത്രമേ RSSൽ ചേർക്കുകയുള്ളൂവെന്നും ഭാഗവത് കൂട്ടിച്ചേർത്തു. ശരിക്കും ഇതൊരു മതപരിവർത്തനത്തിന്റെ സൂചനയല്ലേ? ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്ക് അവരുടെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമില്ലേ? യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് RSS ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത്. ഇത് രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നു. BJPയുടെ ഒരു പോഷക സംഘടന എന്ന നിലയിൽ മതപരിവർത്തനം നടത്താൻ BJP RSSനെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. മതത്തിന്റെ പേരിൽ രാജ്യത്ത് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് BJPയുടെ ഭരണകാലത്തായിരുന്നു. BJP എവിടെയൊക്കെ ഭരിക്കുന്നുവോ അവിടെയൊക്കെ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിത് അടുത്ത വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് മോഹൻ ഭാഗവത്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടതില്ലെന്നും ഭാരതത്തിൽ അഭിമാനം കൊള്ളുന്ന ഏതൊരാളും ഹിന്ദു ആണെന്നും ഭാഗവത് പറയുന്നു. രാജ്യത്ത് അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഈ പ്രസ്താവന ധാരാളമാണ്. ഇത് മറ്റ് മതക്കാരെ അവരുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഭാരതത്തിൽ ഹിന്ദുക്കൾ മാത്രമല്ല ഉള്ളത്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടെ വിവിധതരം മതക്കാർ ഒത്തുചേരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന രാജ്യത്ത് ഒരു കോളിളക്കം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്.